പ്രൈസ് ദി ലോർഡ്. ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. 2026 എന്നുള്ള സംഭവബഹുലമായ വർഷത്തിൻ്റെ രണ്ടാമത്തെ പാദത്തിലേക്ക് നാം ഇന്ന് പ്രവേശിക്കുകയാണ്. 7ാമത്തെ മാസത്തിൻ്റെ ജൂലൈ മാസം 1-ാം തീയതി ഇന്ന് പകലിൽ നാം എത്തി നിൽക്കുമ്പോൾ കഴിഞ്ഞ 6 മാസങ്ങളിലേക്ക് തിരിഞ്ഞു നോക്കി ദൈവത്തെ സ്തുതിക്കത്തക്ക വിധത്തിൽ ഒരുപാട് അത്ഭുതങ്ങൾ നാം കണ്ടവരാണ്. ഒരുപാട് നന്മകൾ നമ്മുടെ ജീവിതത്തിൽ ദൈവം ചെയ്തിരിക്കുന്നു. ഈ കഴിഞ്ഞ 6 മാസങ്ങൾ പിന്നിട്ട് 7ാമത്തെ മാസത്തിൻ്റെ 1-ാമത്തെ ദിവസത്തിൽ പ്രവേശിച്ചത് തന്നെ ദൈവത്തിൻ്റെ കൃപയാണ് എന്ന് ഓർക്കുക. കഴിഞ്ഞ 6 മാസങ്ങളിലെ സംഭവങ്ങളെ ഓർത്ത് ഒരുപാട് സന്തോഷിക്കത്തക്ക നിമിഷങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കടന്നു വന്നു. എങ്കിലും എവിടെയൊക്കെയോ ചില ഭാരമേറിയ വിഷയങ്ങളിലൂടെ കഴിഞ്ഞ നാളുകളിൽ നാം കടന്നു പോയിട്ടുണ്ടാകാം. എവിടെയോ നാം ഒറ്റപ്പെട്ടു പോയി, എവിടെയോ നാം നിന്ദിക്കപ്പെട്ടു പോയി, എവിടെയൊക്കെയോ നാം തലകുനിയപ്പെട്ടു പോയി, എവിടെയൊക്കെയോ നാം ലജ്ജാഭാരത്താൽ നിരാശയിലേക്ക് പോയ സാഹചര്യങ്ങൾ ഉണ്ടായി. എന്നാൽ ഇന്ന് പകലിൽ അതിനെ ഓർത്ത് വിലപിച്ചു കൊണ്ടിരിക്കുന്ന, അതിനെ ഓർത്ത് ഭാരത്തോടുകൂടെ ആയിരിക്കുന്ന, എന്തൊക്കെയോ ചിലതെൻ്റെ കൈവശം വരുമെന്ന് ഞാൻ കരുതിയ പലതിനെയും പലരുടെ ഇടപെടലുകൾ കൊണ്ട് എൻ്റെ കയ്യിൽ നിന്ന് തട്ടി അകറ്റപ്പെട്ടിരിക്കുന്നു എന്നൊക്കെ ഓർത്ത് ഭാരത്തോടെ ആയിരിക്കുന്ന നിങ്ങൾ നോക്കി ഇപ്രകാരം പറയട്ടെ. ഈ 2ാമത്തെ ഭാഗത്തിലേക്ക് 2026 2ാമത്തെ ഭാഗത്തിലേക്ക് നാം പ്രവേശിക്കുമ്പോൾ തന്നെ ഒരു പുസ്തകത്തിൻ്റെ താൾ മറിക്കുന്നത് പോലെ, ഒരു അധ്യായത്തിന് ശേഷം അടുത്ത അധ്യായത്തിലേക്ക് നാം പ്രവേശിക്കുന്നത് പോലെ നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു പുതിയ അധ്യായമായി ദൈവം 2ാമത്തെ പാദത്തെ മാറ്റുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. കഴിഞ്ഞ നാളുകളെ ഓർത്ത് ഭാരത്തോടുകൂടെ താങ്കൾ ഇന്ന് പകലിലായിരിക്കുന്നുണ്ട് എങ്കിൽ ആ വിഷയങ്ങളെ നന്മയാക്കി മാറ്റുവാൻ, ആ വിഷയങ്ങളെ മാറ്റിമറിക്കുവാൻ എൻ്റെ ദൈവം ആഗ്രഹിക്കുകയാണ്. ഈ സന്ദേശം മുഴുവനായി ശ്രവിക്കുവാൻ താങ്കളെ ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. എ ന്യൂ ഡേ വിത്ത് ജീസസ്, യേശുവിനോടൊപ്പം പുതിയ ദിനമെന്നുള്ള പ്രഭാത വചനധ്യാനത്തിലേക്ക് താങ്കളെ ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. എസ്തേറിൻ്റെ പുസ്തകത്തിലെ 2 പ്രധാനപ്പെട്ട കഥാപാത്രങ്ങളാണ് മൊർദെഖായിയും ഹാമാനും എന്നുള്ളത്. മൊർദെഖായി അഹശ്വേരോശ് രാജാവിൻ്റെ കൊട്ടാരത്തിൻ്റെ വാതിൽ കാവൽക്കാരനായിരുന്ന ഒരു മനുഷ്യനായിരുന്നു. എന്നാൽ അതേ ഭാഗത്ത് തന്നെ ഹാമാൻ എന്നുള്ള മനുഷ്യൻ അഹശ്വേരോശ് രാജാവിൻ്റെ തൊട്ടടുത്ത സ്ഥാനത്തിരിക്കുന്ന മനുഷ്യനാണ്. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ കരങ്ങളിൽ രാജാവിൻ്റെ അധികാരപത്രമുണ്ട്, രാജാവിൻ്റെ മുദ്രാമോതിരമുണ്ട്. അദ്ദേഹത്തിന് നിയമങ്ങൾ ഉണ്ടാക്കുവാനായിട്ട് കഴിയും, നിയമങ്ങൾ പാസ്സാക്കുവാനായിട്ട് കഴിയും. മറ്റാരുമായിട്ട് കൂടിക്കാഴ്ച നടത്തുന്നതിനേക്കാൾ മുമ്പ് തന്നെ അദ്ദേഹത്തിന് തന്നെ തീരുമാനമെടുത്ത് ചില കാര്യങ്ങൾ ചെയ്യുവാനായിട്ട് കഴിയും. ആകെ അദ്ദേഹത്തിന് പെർമിഷൻ ലഭിക്കേണ്ടത് അഹശ്വേരോശ് രാജാവിൽ നിന്ന് മാത്രമാണ്. അങ്ങനെ അത്രയും ഔന്നത്യത്തിലുള്ള ഒരു മനുഷ്യനായിരുന്നു ഹാമാൻ. എന്നാൽ മൊർദെഖായി ആകട്ടെ ഏറ്റവും കീഴേത്തട്ടിൽ കിടക്കുന്ന ഒരു മനുഷ്യൻ, ഒരു കൊട്ടാരത്തിൻ്റെ വാതിൽ കാവൽക്കാരനായിരിക്കുന്ന ഒരു പാവപ്പെട്ട മനുഷ്യൻ. ആ മൊർദെഖായി ആകട്ടെ യഹൂദനായിട്ടുള്ള ഒരു മനുഷ്യനായിരുന്നു. അദ്ദേഹം ഒരു യഹൂദനായിരുന്നു, തൻ്റെ ദൈവത്തെ ആരാധിക്കുന്ന ഒരു ഭക്തനായിട്ടുള്ള മനുഷ്യൻ. തൻ്റെ കൂടെയുള്ള തൻ്റെ സഹോദരങ്ങളോട് സ്നേഹവും അതുപോലെ തന്നെ അവരെ കരുതുവാനുമൊക്കെയുള്ള മനസ്സുള്ള ഒരു മനുഷ്യനായിരുന്നു മൊർദെഖായി എന്നുള്ള മനുഷ്യൻ. എന്നാൽ ഹാമാനാകട്ടെ മൊർദെഖായി അടക്കമുള്ള യഹൂദന്മാരെ മുഴുവനും നശിപ്പിക്കുവാൻ വേണ്ടി നടക്കുന്ന ഒരു മനുഷ്യൻ. നമ്മുടെ മനസ്സിൽ ഇങ്ങനൊരു ചിത്രം കൊണ്ടുവന്നാട്ടെ. ഒരു കരുത്തുറ്റ ആനയും ഒരു കുഞ്ഞു ഉറുമ്പും തമ്മിൽ മൽപ്പിടുത്തത്തിനൊരുങ്ങിയാൽ എങ്ങനെയായിരിക്കും, ആരായിരിക്കും അതിലെ വിജയി? നിശ്ചയമായി നമ്മുടെ മനസ്സിൽ ഉദിക്കുന്ന ഉത്തരം അത് ആ ഭീമാകരമായിട്ടുള്ള ആന തന്നെ ആയിരിക്കും എന്നായിരിക്കും നാം ചിന്തിക്കുക. എന്നാൽ വേദപുസ്തകം നാം പഠിക്കുമ്പോൾ എവിടെയാണോ ഒരു മനുഷ്യൻ ബലഹീനനായി തീരുന്നത്, ചില ശക്തികളുടെ മുമ്പിൽ എവിടെയാണോ ഒരു മനുഷ്യൻ നിസ്സാരനായി തോന്നുന്നത്, ആ മനുഷ്യൻ ദൈവത്തോട് അപേക്ഷിക്കുമ്പോൾ സർവശക്തനായ ദൈവം ബലഹീനർക്ക് വേണ്ടി ഇറങ്ങി വരുന്ന ഒരു ദൈവമാണ്. എവിടെയാണോ ഒറ്റപ്പെട്ടു പോകുന്നത്, എവിടെയാണോ നാം ബലഹീനരെന്ന് കരുതപ്പെടുന്ന സാഹചര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുന്നത്, അവിടെ തൻ്റെ ഭക്തന്മാർക്ക് വേണ്ടി ഇറങ്ങി വരുന്ന ഒരു ദൈവത്തെ നമുക്ക് കാണുവാനായിട്ട് കഴിയും. ദാവീദിൻ്റെയും ഗോലിയാത്തിൻ്റെയും സംഭവത്തിലും ആ സാഹചര്യത്തിലും സംഭവിക്കുന്നത് അതുതന്നെയാണ്. ഒരു കുഞ്ഞു ബാലനെ കൊണ്ട് അത്ഭുതങ്ങൾ ചെയ്യിക്കുന്ന ദൈവത്തിൻ്റെ ശക്തി ഇന്നും കുറഞ്ഞു പോയിട്ടില്ല. അങ്ങനെ ഇതാ മൊർദെഖായിയും ഹാമാൻ എന്നുള്ള അത്രയും ഔന്നത്യത്തിലുള്ള ഒരു മനുഷ്യനും തമ്മിൽ ഒരു പോര് നടക്കുമ്പോൾ മൊർദെഖായിക്ക് ഒരു കാര്യം അറിയാം, മാനുഷികമായി താൻ പരാജയപ്പെടുവാനായിട്ട് പോവുകയാണ്.
ഹാമാൻ ഉദ്ദേശിക്കുന്നത് പോലെ എല്ലാ യഹൂദന്മാരും ആ ദേശത്തുനിന്ന് തുടച്ചു മാറ്റപ്പെടുവാനായിട്ട് പോവുകയാണ്. ഒരു വംശഹത്യ നടക്കുവാനായിട്ട് പോവുകയാണ്. അങ്ങനെ ഇരിക്കെ മൊർദെഖായി ശക്തമായിട്ട് പ്രാർത്ഥിക്കുവാനായിട്ട് തുടങ്ങി. മൊർദെഖായിയുടെ ചിറ്റപ്പൻ്റെ മകൾ എസ്തർ ആ സമയത്ത് അഹശ്വേരോശ് രാജാവിൻ്റെ ഭാര്യയായിരുന്നു, അഹശ്വേരോശ് രാജാവിൻ്റെ രാജ്ഞിയായിരുന്നു. അങ്ങനെ ദൈവം എസ്തറിലൂടെ ഒരു വഴി തുറക്കുകയും അഹശ്വേരോശ് രാജാവിനോട് സംസാരിക്കുവാനായിട്ടുള്ളൊരു സാഹചര്യം ഒരുങ്ങി വരികയും ദൈവമായിട്ട് തന്നെ അത് ഒരുക്കുകയും കാര്യങ്ങളെ ദൈവം മാറ്റിമറിക്കുകയും ചെയ്യുകയാണ്. എവിടെയാണോ ഹാമാൻ മൊർദെഖായി അടങ്ങുന്ന യഹൂദരെ മുഴുവനും നശിപ്പിക്കുവാനായിട്ട് ശ്രമിച്ചത്, അതിന് നേരെ വിപരീതമായിട്ട് മൊർദെഖായി ഔന്നത്യത്തിലെത്തുകയും ഹാമാൻ താഴ്ത്തപ്പെടുകയും ചെയ്യുന്ന ഒരു സാഹചര്യത്തെപ്പറ്റി എസ്തറിൻ്റെ പുസ്തകത്തിൽ വളരെ വ്യക്തമായിട്ട് രേഖപ്പെടുത്തിയിരിക്കുകയാണ്. ഈ സംഭവത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇപ്രകാരം പറയട്ടെ, കഴിഞ്ഞ 6 മാസങ്ങൾ നിങ്ങളുടെ സാഹചര്യവും ഇതുപോലെ തന്നെ ആയിരുന്നിരിക്കാം. എവിടെയൊക്കെയോ നിങ്ങൾ താഴ്ത്തപ്പെട്ടു പോയി, എവിടെയൊക്കെയോ നിങ്ങൾ ഒറ്റപ്പെട്ടു പോയി, എവിടെയൊക്കെയോ നിങ്ങൾ ബലഹീനരായി തോന്നപ്പെട്ടു. നിങ്ങളുടെ സമൂഹത്തിലായിരിക്കാം, അയൽക്കാരുടെ ഇടയിലായിരിക്കാം, ദൈവത്തെ ആരാധിപ്പാനായിട്ട് ഒറ്റയ്ക്ക് ഭവനത്തിൽ നിന്ന് ഇറങ്ങി എന്നുള്ള പേരിൽ അവഹേളിക്കപ്പെടുന്ന സാഹചര്യമായിരിക്കാം, നിങ്ങൾ വർക്ക് ചെയ്യുന്ന ഓഫീസിലായിരിക്കാം. ആരുടെയൊക്കെയോ ഇടപെടലുകൾ കൊണ്ട് നിങ്ങൾ പോലും അറിഞ്ഞില്ല എന്തുകൊണ്ട് ഈ പ്രശ്നം എൻ്റെ മേൽ വന്നു. നിങ്ങൾ പോലും അറിയാത്ത ചില പഴികൾ നിങ്ങളുടെ മേൽ വച്ചു ചാർത്തി എവിടെയൊക്കെയോ ഒറ്റപ്പെടുത്തിയ ഒരു മൂലയ്ക്ക് ഒതുക്കപ്പെട്ടു പോയൊരു സാഹചര്യത്തിൽ താങ്കളായിരിക്കുന്നുണ്ടെങ്കിൽ ഈ 2ാമത്തെ പാദത്തിൽ ഇപ്രകാരം പറയട്ടെ, കാര്യങ്ങളെ ദൈവം തിരിക്കുവാനായിട്ട് പോവുകയാണ്. ചില കാര്യങ്ങൾ മാറ്റുവാനായിട്ട് ദൈവം ആഗ്രഹിക്കുകയാണ്. ചില കാര്യങ്ങൾ മാറുന്നത് നിങ്ങൾ കാണുവാനായിട്ട് പോവുകയാണ്. മൊർദെഖായി ഉയർത്തപ്പെട്ട് ഹാമാൻ താഴ്ത്തപ്പെട്ടു എന്നുള്ളതുപോലെ ചിലത് നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുമ്പോൾ തന്നെ ചില കാര്യങ്ങൾ കൂടെ ഡീറ്റെയിൽഡായിട്ട് എന്തൊക്കെയാണ് ഈ സാഹചര്യത്തിൽ മാറിയത് എന്ന് എസ്തറിൻ്റെ പുസ്തകത്തിൽ നിന്ന് നിങ്ങളെ കേൾപ്പിക്കുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ഒന്നാമതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത് വിധികൾ മാറുകയാണ്, നിയമങ്ങൾ മാറുകയാണ്. എസ്തറിൻ്റെ പുസ്തകം 5-ാം അധ്യായം അതിൻ്റെ 14-ാമത്തെ വചനത്തിൽ നമുക്കിങ്ങനെ കാണുവാനായിട്ട് കഴിയും. അതിന് അവൻ്റെ ഭാര്യ സേരശും അവൻ്റെ സകല സ്നേഹിതന്മാരും അവനോട് 50 മുഴം ഉയരമുള്ള ഒരു കഴുമരമുണ്ടാക്കട്ടെ, മൊർദെഖായിയെ അതിന്മേൽ തൂക്കിക്കളയേണ്ടതിന് നാളെ രാവിലെ നീ രാജാവിനോട് അപേക്ഷിക്കണം. പിന്നെ നിനക്ക് സന്തോഷമായി രാജാവിനോടുകൂടെ വിരുന്നിന് പോകാമെന്ന് പറഞ്ഞു. ഈ കാര്യം ഹാമാന് ബോധിച്ചു. അവൻ കഴുമരം ഉണ്ടാക്കിച്ചു. ഇവിടെ നാം കാണുന്നത് ഹാമാൻ എന്നുള്ള മനുഷ്യൻ്റെ ഉള്ളിലെ കോപത്തിൻ്റെ കാഠിന്യതയാണ്. മൊർദെഖായി എന്നുള്ള പാവപ്പെട്ട മനുഷ്യനോട് എത്രത്തോളം തനിക്ക് കോപമുണ്ടായിരുന്നു എന്നവിടെ വ്യക്തമാവുകയാണ്. തൻ്റെ കോപത്തിൻ്റെ കാഠിന്യതയെപ്പറ്റി തൻ്റെ ഭാര്യയുമായും മറ്റുള്ള തൻ്റെ സുഹൃത്തുക്കളുമൊക്കെ ആയിട്ട് സംസാരിക്കുമ്പോൾ അവർ എടുക്കുന്ന ഒരു തീരുമാനമാണ് 50 മുഴം ഉയരമുള്ള ഒരു കഴുമരം മൊർദെഖായിക്ക് വേണ്ടി മാത്രമുണ്ടാക്കണം. ആ കഴുമരത്തിന്മേൽ മൊർദെഖായിയെ തൂക്കിക്കളയണം, അതിനുശേഷം സന്തോഷമായി ജീവിക്കാം. ഇതായിരുന്നു അവരുടെ നിയമവും, ഇതായിരുന്നു അവരുടെ വിധിയും. അങ്ങനെ ഇവർ കാര്യങ്ങളുമായിട്ടൊക്കെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ദൈവം ചില കാര്യങ്ങളെ മാറ്റി എഴുതി, ദൈവം ചില വിധികളെ മാറ്റി എഴുതി, ദൈവം ചില നിയമങ്ങളെ മാറ്റി എഴുതി. എസ്തറിൻ്റെ പുസ്തകം 7-ാം അധ്യായം 9-10 വചനങ്ങൾ വായിക്കുമ്പോൾ ഇങ്ങനെയാണ് നമുക്ക് കാണുവാനായിട്ട് കഴിയുക. അപ്പോൾ രാജാവിൻ്റെ ഷണ്ഡന്മാരിൽ ഒരുത്തനായ ഹർബോന ഇതാ രാജാവിൻ്റെ നന്മയ്ക്കായി സംസാരിച്ച മൊർദെഖായിക്ക് ഹാമാൻ ഉണ്ടാക്കിയതായി 50 മുഴം ഉയരമുള്ള കഴുമരം ഹാമാൻ്റെ വീട്ടിൽ നിൽക്കുന്നു എന്ന് രാജസന്നിധിയിൽ ബോധിപ്പിച്ചു. അതിന്മേൽ തന്നെ അവനെ തൂക്കിക്കളവിനെന്ന് രാജാവ് കൽപ്പിച്ചു. അവർ ഹാമാനെ മൊർദെഖായിക്ക് വേണ്ടി നാട്ടിയിരുന്ന കഴുമരത്തിന്മേൽ തന്നെ തൂക്കിക്കളഞ്ഞു. അങ്ങനെ രാജാവിൻ്റെ ക്രോധം ശമിച്ചു. ഒന്നാമതായി ഇപ്രകാരം പറയട്ടെ, ഏത് മരത്തിലാണോ, ഏത് കഴുമരത്തിലാണോ മൊർദെഖായിയെ തൂക്കുവാനായിട്ട് ഹാമാൻ ഉണ്ടാക്കി വെച്ചത്, അതേ കഴുമരത്തിന്മേൽ ഹാമാൻ തൂങ്ങപ്പെടത്തക്ക വിധത്തിൽ സാഹചര്യങ്ങളെ സർവശക്തനായിട്ടുള്ള ദൈവം മാറ്റിമറിക്കുകയാണ്. ചില നിയമങ്ങളെ, ചില വിധികളെ ദൈവം മാറ്റിമറിക്കുകയാണ്. നിങ്ങൾക്ക് വേണ്ടി ആരോ എഴുതിയിരിക്കുന്ന ചില വിധികളുണ്ട്. നീ ഇതുവരെ എത്തത്തുള്ളൂ, എൻ്റെ കയ്യിലാണ് അധികാരം, എൻ്റെ കയ്യിലാണ് പദവി, നിനക്ക് ഇതിനു മുകളിൽ ഉയരുവാനായിട്ട് കഴിയുകയില്ല, ഞാനുള്ളിടത്തോളം നിനക്ക് കഴിയുകയില്ല എന്ന് പറഞ്ഞ് വാദിച്ചു നിൽക്കുന്ന ചിലരുടെ വാദഗതികളെ ദൈവം മാറ്റുവാനായിട്ട് പോവുകയാണ്. രണ്ടാമതായി ഇപ്രകാരം പറയട്ടെ, നഷ്ടമായ ബഹുമാനം
നിങ്ങളിലേക്ക് മടങ്ങി വരും. എസ്തേറിൻ്റെ പുസ്തകം തന്നെ 3-ാം അധ്യായം അതിൻ്റെ 5-ാമത്തെ വചനത്തിൽ ഇങ്ങനെ നമുക്ക് കാണുവാനായിട്ട് കഴിയും. മൊർദെഖായി തന്നെ കുമ്പിട്ട് നമസ്കരിക്കുന്നില്ലെന്ന് കണ്ടിട്ട് ഹാമാൻ കോപം കൊണ്ട് നിറഞ്ഞു. ഹാമാൻ ഇത്രത്തോളം കോപമുണ്ടാകുവാനായിട്ടുള്ള കാര്യം, അതിനുള്ള കാരണം മൊർദെഖായി എന്നുള്ള മനുഷ്യൻ തന്നെ കുമ്പിട്ട് നമസ്കരിക്കുന്നില്ല. ബഹുമാനം പിടിച്ചു വാങ്ങുവാനായിട്ട് ശ്രമിക്കുന്ന ഒരു ഹാമാനെ നാം അവിടെ കാണുകയാണ്. എല്ലാവരും തന്നെ കുമ്പിടണം, എല്ലാവരും തന്നെ നമസ്കരിക്കണം, എല്ലാവരും താനൊരു മഹാനാണ് എന്ന് പറഞ്ഞു നടക്കണമെന്ന് ഹാമാൻ ചിന്തിച്ചിരുന്നു. തൻ്റെ അഹങ്കാരവും തൻ്റെ അഹന്തയും അവിടെ വെളിവാവുകയാണ്. അങ്ങനെയുള്ളൊരു മനുഷ്യൻ മൊർദെഖായി തന്നെ നമസ്കരിച്ചില്ല, തന്നെ കുമ്പിട്ടില്ല എന്നുള്ള ഒറ്റ കാരണം കൊണ്ട് മൊർദെഖായിയെ നശിപ്പിക്കുവാനായിട്ട് ശ്രമിച്ച ഹാമാൻ്റെ ജീവിതത്തിൽ എങ്ങനെയാണ് ദൈവം കാര്യങ്ങളെ മാറ്റിമറിച്ചതെന്നറിയണമോ? എസ്തേറിൻ്റെ പുസ്തകം തന്നെ 6-ാം അധ്യായം അതിൻ്റെ 10-11 വചനങ്ങളിൽ ഇങ്ങനെ നാം വായിക്കുകയാണ്. രാജാവ് ഹാമാനോട്, നീ വേഗം ചെന്ന് വസ്ത്രവും കുതിരയും നീ പറഞ്ഞതുപോലെ കൊണ്ടുവന്ന് രാജാവിൻ്റെ വാതിൽക്കൽ ഇരിക്കുന്ന യഹൂദനായ മൊർദെഖായിക്ക് അങ്ങനെയൊക്കെയും ചെയ്യുക. നീ പറഞ്ഞതിൽ ഒന്നും കുറച്ചു കളയരുതെന്ന് കൽപ്പിച്ചു. അപ്പോൾ ഹാമാൻ വസ്ത്രവും കുതിരയും കൊണ്ടുവന്ന് മൊർദെഖായിയെ വസ്ത്രം ധരിപ്പിച്ച് കുതിരപ്പുറത്ത് കയറ്റി പട്ടണവീഥിയിൽ കൂടെ കൊണ്ട് നടന്നു. രാജാവ് ബഹുമാനിപ്പാൻ ഇച്ഛിക്കുന്ന പുരുഷൻ ഇങ്ങനെ ചെയ്യുമെന്ന് അവൻ്റെ മുമ്പിൽ വിളിച്ചു പറഞ്ഞു. അവിടെ ദൈവം കാര്യങ്ങളെ എത്ര അത്ഭുതകരമായിട്ടാണ് മാറ്റിമറിക്കുന്നതെന്ന് ശ്രദ്ധിച്ചുവോ? തന്നെ കുമ്പിട്ട് നമസ്കരിക്കാത്തതിൽ മൊർദെഖായിയോട് കോപം വച്ച് പുലർത്തിയിരുന്ന ഹാമാനെ കൊണ്ട് മൊർദെഖായിയെ ആദരിക്കത്തക്ക വിധത്തിൽ, മൊർദെഖായിയെ ബഹുമാനിക്കത്തക്ക വിധത്തിൽ ദൈവം അവിടെ കാര്യങ്ങളെ മാറ്റിമറിക്കുകയാണ്. പ്രിയ സഹോദരങ്ങളെ, ഇത് തന്നെ നമ്മുടെ ജീവിതത്തിൽ ദൈവം ചെയ്യുവാനായിട്ട് പോവുകയാണ്. നാം പോലും അറിയാതെ ആരുടെയൊക്കെയോ അഹങ്കാരം കൊണ്ട്, ആരുടെയൊക്കെയോ അഹന്ത കൊണ്ട് അവർ നമുക്ക് വിരോധമായി എഴുന്നേറ്റു വന്നുവെങ്കിൽ നമുക്ക് നഷ്ടമായിരിക്കുന്ന ബഹുമാനം ദൈവം നമ്മിലേക്ക് മടക്കിത്തരും. 3-ാമതായി, അധികാരങ്ങളെ ദൈവം നമ്മുടെ കരങ്ങളിലേക്ക് കൊണ്ടുവരും. അധികാരങ്ങൾ മാറിവരും. എസ്തേറിൻ്റെ പുസ്തകം 3-ാം അധ്യായം അതിൻ്റെ 10-11 വചനങ്ങളിൽ ഇങ്ങനെ നമുക്ക് കാണാം. അപ്പോൾ രാജാവ് തൻ്റെ മോതിരം കയ്യിൽ നിന്നും ഊരി ആഗാഗ്യനായ ഹമ്മേദാഥയുടെ മകനായ യഹൂദന്മാരുടെ ശത്രുവായ ഹാമാന് കൊടുത്തു. രാജാവ് ഹാമാനോട്, ഞാൻ ആ വെള്ളിയെയും ആ ജാതിയെയും നിനക്ക് ദാനം ചെയ്യുന്നു, ഇഷ്ടം പോലെ ചെയ്തു കൊള്ളുക എന്ന് പറഞ്ഞു. യഹൂദന്മാർക്ക് വിപരീതമായിട്ട്, യഹൂദന്മാർക്കെതിരായിട്ട് കള്ളപ്രചരണങ്ങളുമായി അഹശ്വേരോശ് രാജാവിൻ്റെ അടുക്കലേക്ക് കടന്നു ചെന്ന് അഹശ്വേരോശ് രാജാവിൻ്റെ ഹൃദയത്തെ വശത്താക്കി, അഹശ്വേരോശ് രാജാവിൻ്റെ ഹൃദയത്തിൽ യഹൂദന്മാർക്ക് വിരോധമായിട്ടുള്ള വിഷം കുത്തിക്കയറ്റിയ ഹാമാൻ്റെ വാക്കുകൾക്ക് മുമ്പിൽ അഹശ്വേരോശ് രാജാവ് വീണുപോവുകയും തൻ്റെ മോതിരമൂരി ഹാമാൻ്റെ കരങ്ങളിലേക്ക് രാജാവ് കൊടുക്കുകയും ചെയ്യുന്നു. നിനക്കിഷ്ടപ്പെട്ട വിധത്തിൽ കാര്യങ്ങളെ തിരിച്ചു കൊള്ളുക, കാര്യങ്ങൾ ചെയ്തു കൊള്ളുക എന്ന് ഹാമാനെ വിശ്വസിച്ച് രാജാവ് അങ്ങനെ ഒരു കാര്യം ചെയ്യുന്നത് നമുക്ക് കാണാം. അതിൻ്റെ അനുസരിച്ചാണ്, അതിൻ്റെ പ്രതിയാണ് ഹാമാൻ യഹൂദന്മാർക്ക് വിരോധമായിട്ടുള്ള നിയമങ്ങൾ ഉണ്ടാക്കുന്നത്. എന്നാൽ ദൈവം കാര്യങ്ങളെ മാറ്റിമറിച്ചപ്പോൾ എന്താണ് സംഭവിച്ചത്? എസ്തേറിൻ്റെ പുസ്തകം തന്നെ 8-ാം അധ്യായം അതിൻ്റെ 2-ാമത്തെ വചനത്തിൽ ഇങ്ങനെ നമുക്ക് വായിക്കുവാനായിട്ട് കഴിയും. രാജാവ് ഹാമാൻ്റെ പക്കൽ നിന്ന് എടുത്ത തൻ്റെ മോതിരമൂരി മൊർദെഖായിക്ക് കൊടുത്തു. എസ്തേർ മൊർദെഖായിയെ ഹാമാൻ്റെ വീട്ടിന് മേൽവിചാരകനാക്കി വച്ചു. അതിൻ്റെ 8-ാമത്തെ വചനം കൂടെ വായിക്കട്ടെ. നിങ്ങൾക്ക് ബോധിച്ചതുപോലെ നിങ്ങളും രാജാവിൻ്റെ നാമത്തിൽ യഹൂദന്മാർക്കു വേണ്ടി എഴുതി രാജാവിൻ്റെ മോതിരം കൊണ്ട് മുദ്രയിടുവിൻ. രാജനാമത്തിൽ എഴുതുകയും രാജമോതിരം കൊണ്ട് മുദ്രയിടുകയും ചെയ്ത രേഖയെ ദുർബലപ്പെടുത്തുവാൻ ആർക്കും പാടില്ലല്ലോ. ഓർമ്മയുണ്ടോ, ഞാൻ സൂചിപ്പിച്ചതുപോലെ ഹാമാൻ വളരെ മനോഹരമായിട്ട് യഹൂദന്മാർക്ക് വിരോധമായിട്ടുള്ള നിയമങ്ങൾ എഴുതിയതാണ്. അഹശ്വേരോശ് രാജാവിൻ്റെ മുദ്രാമോതിരം അതിൽ സ്റ്റാമ്പ് ചെയ്യുകയും ചെയ്തു. എന്ന് പറഞ്ഞാൽ നിയമം എസ്റ്റാബ്ലിഷ്ഡായി. അഹശ്വേരോശ് രാജാവിൻ്റെ പേരിൽ എഴുതപ്പെട്ട ആ നിയമത്തെ മാറ്റുവാൻ ഒരു മനുഷ്യനും കഴിയുകയില്ല. എന്നാൽ ഇവർക്ക് വേണ്ടി, യഹൂദന്മാർക്ക് വേണ്ടി ദൈവം ഒരു അത്ഭുതം പ്രവർത്തിച്ചപ്പോൾ ആ നിയമത്തെ വലിച്ചു കീറത്തക്ക വിധത്തിൽ ദൈവത്തിൻ്റെ കരം അവിടെ ചലിക്കുകയാണ്. മാത്രമല്ല, ഹാമാൻ്റെ കരങ്ങളിൽ കിടന്ന മോതിരമെടുത്ത് മൊർദെഖായിയുടെ കരങ്ങളിലേക്കിട്ട് മൊർദെഖായിയുടെ അധികാരത്തെ രാജാവ് സ്ഥിരപ്പെടുത്തുന്നത് നമുക്ക് കാണുവാനായിട്ട് കഴിയും. മാത്രമല്ല, രാജാവ് മൊർദെഖായിയോട് പറയുകയാണ്, നിനക്ക്
ഇഷ്ടമുള്ള വിധത്തിൽ യഹൂദന്മാർക്ക് അനുകൂലമായിട്ട് വിധികൾ ഉണ്ടാക്കുവാൻ ഞാൻ നിനക്ക് അധികാരം തരുന്നു എന്ന് പറഞ്ഞ് മൊർദെഖായിയെ ദൈവം ആ കാര്യം ഏൽപ്പിക്കുന്നത് നമുക്ക് കാണുവാനായിട്ട് കഴിയും. നാലാമതായി ഒരു കാര്യം കൂടെ ഞാൻ സൂചിപ്പിക്കട്ടെ. ബോണസായിട്ട് ചില നന്മകൾ കൂടെ ഇതിനോടനുബന്ധിച്ച് ദൈവം തരുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ബോണസായിട്ടുള്ള ചിലത്, നാം പോലും പ്രതീക്ഷിക്കാത്ത ചിലത്. നാം പ്രതീക്ഷിച്ച പലതും നമ്മുടെ കയ്യിൽ നിന്ന് നഷ്ടമായി, ആരോ തട്ടിമാറ്റി കളഞ്ഞു എന്ന് താങ്കൾ ഭാരത്തോടെ ആയിരിക്കുകയാണെങ്കിൽ ബോണസായിട്ടുള്ള ചില നന്മകൾ കൂടെ നമ്മുടെ മേൽ ഭരമേൽപ്പിച്ച് ദൈവത്തിൻ്റെ പ്രവൃത്തി ഈ രണ്ടാമത്തെ പാദത്തിൽ ഉണ്ടാകും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങളും ഇത് വിശ്വസിക്കുവാനായിട്ട് തയ്യാറായാൽ അതങ്ങനെ തന്നെ സംഭവിക്കും. എസ്തേറിൻ്റെ പുസ്തകം 8-ാം അധ്യായം 1-ാമത്തെയും 2-ാമത്തെയും വചനം. 2-ാമത്തെ വചനം നേരത്തെ വായിച്ചതാണ്, എന്നാലും ഒരിക്കൽ കൂടെ വായിക്കട്ടെ. അന്ന് അഹശ്വേരോശ് രാജാവ് യഹൂദന്മാരുടെ ശത്രുവായ ഹാമാൻ്റെ വീട് എസ്തേർ രാജ്ഞിക്ക് കൊടുത്തു. മൊർദെഖായിക്ക് തന്നോടുള്ള ചാർച്ച ഇന്നതെന്ന് എസ്തേർ അറിയിച്ചതുകൊണ്ട് അവൻ രാജസന്നിധിയിൽ പ്രവേശമെടുത്തു. രാജാവ് ഹാമാൻ്റെ പക്കൽ നിന്നെടുത്ത തൻ്റെ മോതിരമൂരി മൊർദെഖായിക്ക് കൊടുത്തു. എസ്തേർ മൊർദെഖായിയെ ഹാമാൻ്റെ വീട്ടിന് മേൽവിചാരകനാക്കി വച്ചു. ഹാമാൻ തൻ്റെ ഭരണകാലത്ത്, അല്ലെങ്കിൽ അഹശ്വേരോശ് രാജാവിൻ്റെ ഭരണത്തിന് കീഴിൽ താനൊരു അധികാരിയായി ഇരിക്കുന്ന സമയത്ത് താൻ നിർമ്മിച്ച തൻ്റെ ഭവനം, അതുപോലെ തന്നെ താൻ ഉണ്ടാക്കിയ തൻ്റെ സമ്പത്തുകൾ, താൻ ഉണ്ടാക്കിയ സകലവും എസ്തേറിനും മൊർദെഖായിക്കുമായിട്ട് രാജാവ് എഴുതി നൽകുകയാണ്. തങ്ങൾ പോലും ചിന്തിക്കാത്ത ചില നന്മകൾ കൂടെ നൽകി മൊർദെഖായിയെയും എസ്തേറിനെയും രാജാവ് മാനിക്കത്തക്ക വിധത്തിൽ സർവശക്തനായിട്ടുള്ള ദൈവം ഒരു കരം അവരുടെ മേൽ അയച്ചു. യഹൂദന്മാരെ മുഴുവനും സംരക്ഷിക്കുവാൻ, മൊർദെഖായിക്ക് വേണ്ടി സ്പെഷ്യൽ കരുതലൊരുക്കുവാൻ, എസ്തേറിന് വേണ്ടി ഏറ്റവും സ്പെഷ്യലായിട്ടുള്ള കരുതലൊരുക്കുവാൻ സർവശക്തനായിട്ടുള്ള ദൈവം ചെയ്ത അത്ഭുത പ്രവർത്തികൾ പോലെ നമ്മുടെ ജീവിതത്തിലും ചില കാര്യങ്ങളെ മാറ്റിമറിക്കുവാനായിട്ട് ദൈവം ആഗ്രഹിക്കുകയാണ്. പ്രാരംഭത്തിൽ സൂചിപ്പിച്ചത് ഒരിക്കൽ കൂടെ ആവർത്തിക്കട്ടെ. ഒരു പുസ്തകത്തിൻ്റെ താളമറിച്ച് അടുത്ത അധ്യായത്തിലേക്ക് പ്രവേശിക്കുന്നത് പോലെ ഈ രണ്ടാമത്തെ പാദത്തിൽ, 2026 രണ്ടാമത്തെ പാദത്തിൽ ദൈവം വലിയ പ്രവർത്തികൾ നമ്മുടെ ജീവിതത്തിൽ ചെയ്യും. അതിനായി കാത്തിരിക്കുക. സർവശക്തനായ ദൈവത്തിൻ്റെ കരം പിടിച്ച് തന്നെ യാത്ര ചെയ്യുക. അവൻ്റെ മുഖത്തേക്ക് മാത്രം നോക്കി ഈ ലോകത്തിൽ നാം പാർക്കുന്ന ഓരോ ദിവസവും, 2026 തുടർന്നുള്ള ഓരോ ദിവസങ്ങളും സർവശക്തനായ ദൈവത്തിൻ്റെ കരുതലും പ്രൊട്ടക്ഷനും അനുഭവിക്കത്തക്ക വിധത്തിൽ അവനോട് ചേർന്ന് നമുക്ക് നടക്കാം. ദൈവം അതിനായി നമ്മളെ സഹായിക്കട്ടെ. ആമേൻ. ഗോഡ് ബ്ലസ് യു.